വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ചിക്കൻ സൂപ്പാണ്. ഓയിൽ ഫ്രീ സൂപ്പ് കൂടിയാണ് കേട്ടോ. അപ്പോൾ റെസിപ്പി നോക്കാം. വീട്ടിൽ ചിക്കൻ വാങ്ങിക്കുമ്പോഴേ എല്ലുള്ള പീസുകളുണ്ടല്ലോ, അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. എന്നിട്ട് ഒരു കുക്കറിൽ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും സോയാ സോസും ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിക്കാം. ഞാൻ ഏകദേശം 3 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു 15 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വേവിക്കുക കേട്ടോ. അപ്പോൾ എത്ര വിസിൽ പോകുന്നു അതനുസരിച്ചിട്ട്. അപ്പോൾ അത് വേവുന്ന സമയത്ത് ഞാൻ ചുമ്മാ നിന്നൊന്ന് കാറ്റ് കൊണ്ടതാട്ടോ. ഇവിടെ ചൂട് ഇത്തിരി കൂടുതലാണ്. അപ്പോൾ ദാ വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റീമൊക്കെ പോകുന്നത് വരെ നമുക്ക് കുറച്ച് സമയമുണ്ടല്ലോ. അപ്പോൾ നമുക്കെല്ലാം ഒരുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ സ്പ്രിംഗ് ഒണിയനെല്ലാം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സെലറി നമുക്ക് കിട്ടിയില്ല. പിന്നെ ഇതിൽ കോൺ ഇടുവാണെങ്കിൽ, സ്വീറ്റ് കോൺ ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് നമുക്ക് സ്റ്റോക്കിൽ നിന്ന് ചിക്കൻ മാറ്റി ഇതുപോലെ ഒന്ന് പിച്ചി എടുത്തിട്ട് അതങ്ങോട്ട് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിള വരുമ്പോഴുണ്ടല്ലോ, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സെലറിയിൽ ആ കട്ടിയുള്ള പീസിലെ വൈറ്റ് അതങ്ങോട്ട് ആദ്യം ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോഴേക്കും കോൺഫ്ലോർ ഇതുപോലെ കലക്കി വെച്ചത് സ്റ്റോക്കിലോ അല്ലെങ്കിൽ സാറിന് വെള്ളത്തിലോ കലക്കിയാൽ മതി. ചൂടോടുകൂടി സ്റ്റോക്ക് എടുക്കരുത് കേട്ടോ കലക്കാനായിട്ട്. ആറിയിട്ട് കോൺഫ്ലോർ ചേർത്ത് ഇതുപോലെ ഒന്നൊഴിച്ച് ഒന്ന് ഇളക്കി വരുമ്പോഴേക്കും നന്നായിട്ട് കുറുകി കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന സെലറി അല്ല സ്പ്രിംഗ് ഒണിയനും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 മുട്ടയുടെ വെള്ളം നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിങ്ങനെ കട്ട കെട്ടിപ്പോവും. ഇതിപ്പോൾ നല്ല പാട പോലെ കിടക്കും. ഒരുപാട് കുക്ക് ചെയ്ത് ഇത് ആക്കിയിട്ട് എന്നിട്ട് ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് എടുക്കാം. നമ്മുടെ സൂപ്പ് റെഡിയായി. അപ്പോൾ ഈസി അല്ലേ? ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. താങ്ക്